മീറ്റ് ദ മിലിയനെയർ വിക്ടോറിയ സെൽവി. ആ പേര് തന്നെ എല്ലാം പറയുന്നുണ്ട്. തീർച്ചയായും. വെസ്റ്റീജ് എന്ന കമ്പനിയിലൂടെ മാസം 7.5 ലക്ഷം രൂപ വരുമാനം നേടുന്ന വിക്ടോറിയ സെൽവി എന്ന സ്ത്രീയുടെ ജീവിതം. 7.5 ലക്ഷം. അതൊരു ചെറിയ തുകയല്ല. അതും ഒരു സാധാരണ നഴ്സിന്റെ ജീവിതത്തിൽ നിന്ന്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതെ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഈ ചർച്ച. ഒരു സാധാരണ മിഡിൽ ക്ലാസ് കുടുംബത്തിൽ നിന്ന് ഒരു നഴ്സായി ജോലി ചെയ്തിരുന്ന ഒരാൾ എങ്ങനെയാണ് ഇത്രയും വലിയൊരു സാമ്പത്തിക വിജയത്തിലേക്ക് എത്തിയത്? അവരുടെ ജീവിതത്തിലെ ആ നിർണായകമായ സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അതെ, നമുക്ക് ആ കഥയുടെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. തീർച്ചയായും. നമുക്കവരുടെ തുടക്കത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. കാരണം ആ ഒരു പശ്ചാത്തലമാണ് ഈ കഥയെ ഇത്രയധികം റിലേറ്റബിൾ ആക്കുന്നത്. ശരിയാണ്. വീഡിയോയിൽ പറയുന്നത് പോലെ തൂത്തുകുടിയിലെ ഒരു സാധാരണ മിഡിൽ ക്ലാസ് കുടുംബം. പ്രൊഫഷൻ കൊണ്ട് ഒരു നഴ്സ്, അതും ചെന്നൈയിലെ അപ്പോളോ ഹോസ്പിറ്റലിൽ. അതെ, ഒരു സ്ഥിര വരുമാനമുള്ള, എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു ജോലി, ഒരു സുരക്ഷിതമായ ജീവിതം. പക്ഷെ ആ സുരക്ഷിതത്വത്തിനൊരു പരിധിയുണ്ടല്ലേ വരുമാനത്തിന്റെ കാര്യത്തിൽ? തീർച്ചയായും. നമ്മുടെ ആഗ്രഹങ്ങൾ പലപ്പോഴും ആ വരുമാനത്തിന്റെ ഒരു ചട്ടക്കൂടിനുള്ളിൽ ഒതുങ്ങിപ്പോകും. ഒരുപാട് പേർ കേട്ടിട്ടുണ്ടാവും. എന്നാലും എന്താണ് ഈ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് വളരെ സിമ്പിളായി ഒന്ന് പറയാമോ? അത് നല്ലൊരു ചോദ്യമാണ്. കാരണം ഈ കഥ മനസ്സിലാക്കാൻ അത് അത്യാവശ്യമാണ്. ലളിതമായി പറഞ്ഞാൽ, ഒരു കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ നമ്മളെപ്പോലുള്ള ആളുകൾ നേരിട്ട് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നു. കടകളോ പരസ്യമോ പോലുള്ള ഇടനിലക്കാറില്ല. ഓക്കെ. പക്ഷെ അതിന്റെ യഥാർത്ഥ ശക്തി അതല്ല. നമ്മൾ ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ട ഒരു ഉൽപ്പന്നം മറ്റൊരാൾക്ക് നിർദ്ദേശിക്കുമ്പോൾ, അതുപോലെ ഈ ബിസിനസ് ചെയ്യാൻ താൽപ്പര്യമുള്ളവരെ നമ്മുടെ കൂടെ ചേർക്കുമ്പോൾ, ഒരു ടീമായിട്ട്. അതെ, ഒരു നെറ്റ്വർക്ക് പോലെ. ആ ടീം നടത്തുന്ന മൊത്തം വിൽപ്പനയുടെ ഒരു വിഹിതം നമുക്കും വരുമാനമായി ലഭിക്കുന്നു. അതാണ് ഈ ബിസിനസ് മോഡലിന്റെ സിംപ്ലിസിറ്റി. അപ്പോൾ വിക്ടോറിയയുടെ ജീവിതത്തിലേക്ക് തിരികെ വന്നാൽ എല്ലാം സാധാരണ പോലെ പോകുമ്പോഴാണ് ആ ഒരു വഴിത്തിരിവ് സംഭവിക്കുന്നത്. അതെ, ഒരു പ്രതിസന്ധി എങ്ങനെയാണ് ഒരു വലിയ അവസരമായി മാറുന്നത് എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണത്. 2010 ഡിസംബർ 31. ആ ഒരു ദിവസമാണ് അവരുടെ ജീവിതം മാറ്റുന്നത്. ആ അപകടം, അത് ശരിക്കും അവരെ തളർത്തിക്കളഞ്ഞു. വീഡിയോയിൽ അവർ പറയുന്നുണ്ട്, ബെഡ് റിഡൺ ആയിരുന്നു എന്ന്. അതായത് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. അതെ. അപ്പോ നഴ്സിംഗ് എന്ന കരിയർ അവിടെ അവസാനിച്ചു. വരുമാനം അത് പൂർണ്ണമായി നിലച്ചു. സാധാരണഗതിയിൽ ഒരാൾ പൂർണ്ണമായും തകർന്നുപോകുന്നൊരു നിമിഷം. പക്ഷേ ഇവിടെയാണ് കഥ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ദിശയിലേക്ക് പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് വെസ്റ്റീജ് എന്ന അവസരം അവരുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അതെ. ശാരീരികമായി തളർന്നിരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത ഒരാള് ഒരു പുതിയ ബിസിനസ് കെട്ടിപ്പടുക്കാൻ തുടങ്ങുന്നു. അതാണ് ഈ കഥയിലെ ഏറ്റവും ശക്തമായ ഭാഗം. ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ ഒരു പരിമിതിയില്ലേ, അതുതന്നെയാണ് ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ സാധ്യതയായി മാറിയത്. അതെങ്ങനെയാണ്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇതിനൊരു പ്രത്യേക ഓഫീസ് വേണ്ട. ശരിയാണ്. ലക്ഷങ്ങളുടെ മുതൽമുടക്ക് വേണ്ട. നിശ്ചിത ജോലി സമയമില്ല. അവർക്ക് വേണ്ടിയിരുന്നത് ഒരു ഫോണും സംസാരിക്കാനുള്ളൊരു മനസ്സും മാത്രമായിരുന്നു. അപ്പോ ഒരു തരത്തിൽ പറഞ്ഞാൽ അവരുടെ ആശുപത്രി കിടക്ക അവരുടെ ആദ്യത്തെ ഓഫീസായി മാറി. കൃത്യമായി. അതാണ് ഈ ബിസിനസിന്റെ സൗന്ദര്യം. വീഡിയോയിൽ അവർ മിസ്റ്റർ ജോസഫ് എന്നൊരാളെപ്പറ്റി വളരെ നന്ദിയോടെ സംസാരിക്കുന്നുണ്ട്. ഒരു പക്ഷേ അദ്ദേഹമായിരിക്കാം ഈ ഒരു വഴി കാണിച്ചു കൊടുത്തത്. തീർച്ചയായും. ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അതവർക്ക് എത്ര വലിയൊരു ആശ്വാസമായിരിക്കും. ഇവിടെയാണ് ഡയറക്റ്റ് സെല്ലിംഗിന്റെ ഒരു സൈക്കോളജി വർക്ക് ചെയ്യുന്നത്. അതെന്താണ്? ഇത് വെറും ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനേക്കാൾ ഉപരി ഒരു അവസരമാണ് കൈമാറുന്നത്. വിക്ടോറിയയുടെ കഥ കേൾക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായും തോന്നും, ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നിന്ന് അവർക്ക് മുന്നോട്ട് വരാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് സാധിക്കില്ല എന്ന്. ശരിയാണ്. ആ ഒരു കണക്ഷൻ. അതെ, ആ വൈകാരികമായ ബന്ധമാണ് ഇത്തരം നെറ്റ്വർക്കുകളുടെ വളർച്ചയുടെ യഥാർത്ഥ ഇന്ധനം. അവരുടെ വരുമാനത്തിന്റെ വളർച്ചയുടെ കണക്കുകൾ അവർ തന്നെ പറയുന്നുണ്ട്. ഒരു മാസം 3 ലക്ഷം, അടുത്ത മാസം 3.29 ലക്ഷം, പിന്നെ 3.77 ലക്ഷം, ഇങ്ങനെ മുകളിലേക്ക് പോകുന്നത് കാണാം. ഇത് കേൾക്കുമ്പോൾ ഒരു അവിശ്വസനീയത തോന്നാം. പക്ഷേ അതാണ് ഈ മോഡലിന്റെ പവർ. ഇത് വിക്ടോറിയയുടെ മാത്രം കഴിവല്ല. തീർച്ചയായും അവരുടെ പ്രയത്നം വളരെ വലുതാണ്. പിന്നെ മാത്രം വിൽപ്പനയിൽ നിന്നല്ലല്ലോ വരുന്നത്. അവരുടെ ടീം വലുതാകും തോറും. അതെ, ആ ശൃംഖല വലുതാവുമ്പോൾ അതിന്റെയെല്ലാം മൊത്തം വിൽപ്പനയുടെ ഒരു ഭാഗം അവർക്ക് വരുമാനമായി ലഭിക്കുന്നു. അതുകൊണ്ടാണ് ഓരോ മാസവും വരുമാനം കൂടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരാളുടെ പ്രയത്നമല്ല, ഒരു ടീമിന്റെ കൂട്ടായ പ്രയത്നത്തിന്റെ ഫലമാണ് ഈ വരുമാനം. എക്സാക്ട്ലി. പിന്നെ ഈ കണക്കുകൾ എങ്ങനെ കൃത്യമായി പറയുന്നതിനും ഒരു കാരണമുണ്ട്. അതെന്താണ്? വെറുതെ മാസം ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ 3.29 ലക്ഷം,
3.77 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു വിശ്വാസ്യത വരും. ശരിയാണ്. അതൊരു യാഥാർത്ഥ്യമായിട്ട് തോന്നും. അതെ, ഇതൊരു കെട്ടുകഥയല്ല, എനിക്കും സാധ്യമായേക്കാം എന്നൊരു ചിന്ത അത് കേൾക്കുന്നവരിലുണ്ടാക്കാൻ ഈ കണക്കുകൾക്ക് സാധിക്കും. ഈ വരുമാനം അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ അത് വളരെ വലുതാണ്. അതിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ മെഴ്സിഡസ് ബെൻസ് കാർ. അതെ, ആ കാർ അതൊരിക്കലും വെറുമൊരു വാഹനമല്ല. അതൊരു പ്രതീകമാണ്. അതെ, ഒരുപാട് കാര്യങ്ങളുടെ പ്രതീകം. അപകടത്തിൽപ്പെട്ട് കിടപ്പിലായി പോയ ഒരു സാധാരണ നഴ്സ് സ്വന്തം പ്രയത്നം കൊണ്ട് ഒരു ആഡംബര കാറ് വാങ്ങാൻ കഴിയുന്ന സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കെത്തി എന്നതിൻ്റെ ഒരു അടയാളം. ആ കാറ് വാങ്ങുന്ന നിമിഷം അവരുടെ മനസ്സിലൂടെ എന്തൊക്കെ ചിന്തകൾ പോയിട്ടുണ്ടാവും അല്ലേ? തീർച്ചയായും. താൻ അനുഭവിച്ച വേദന, ബുദ്ധിമുട്ടുകൾ എല്ലാത്തിനെയും അതിജീവിച്ചതിന്റെ ഒരു വിജയാഘോഷം കൂടിയാണത്. ഈ ഭൗതികമായ നേട്ടങ്ങൾ ഈ ഇൻഡസ്ട്രിയുടെ ഒരു പ്രധാന മാർക്കറ്റിംഗ് തന്ത്രം കൂടിയാണോ? തീർച്ചയായും. ആ ബെൻസ് കാർ വിക്ടോറിയയുടെ മാത്രം വിജയമല്ല, അത് അവരുടെ ടീമിലുള്ള ഓരോ അംഗത്തിനും ഇനി വരാൻ പോകുന്ന ഓരോ വ്യക്തിക്കുമുള്ള ഒരു വാഗ്ദാനമാണ്. ഈ സിസ്റ്റം പ്രവർത്തിക്കും, നിങ്ങൾക്കും ഇവിടെ എത്താം എന്നൊരു സന്ദേശം. അതെ, അതിന്റെ ജീവിക്കുന്ന പരസ്യമാണ് ആ കാറും വിക്ടോറിയയുടെ ജീവിതവും. ഒരു കോർപ്പറേറ്റ് പരസ്യത്തിന് നൽകാൻ കഴിയാത്ത ഒരു തരം വിശ്വാസ്യത ഇതിനുണ്ട്. വിക്ടോറിയയുടെ കഥ തീർച്ചയായും വലിയ പ്രചോദനമാണ്. പക്ഷേ ഒരു സംശയം സ്വാഭാവികമായും വരാം. ഈ രംഗത്തേക്ക് വരുന്ന എല്ലാവർക്കും ഇതുപോലൊരു വിജയം നേടാൻ സാധിക്കുമോ? വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണിത്. ഈ വീഡിയോ ഒരു വിജയകഥയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. യാഥാർത്ഥ്യം എപ്പോഴും കുറച്ചുകൂടി സങ്കീർണമാണ്. ഈ ബിസിനസ്സിൽ പ്രവേശിക്കാൻ വളരെ സിമ്പിളാണ്. പക്ഷേ ഉന്നത വിജയം നേടാൻ ഏതൊരു മേഖലയും പോലെ ചില കഴിവുകൾ ആവശ്യമാണ്. ആളുകളുമായി സംസാരിക്കാനുള്ള കഴിവ് പോലുള്ളവ. അതെ, നല്ലൊരു ബന്ധം സ്ഥാപിക്കാനുള്ള കഴിവ്, സ്ഥിരോത്സാഹം, ഒരു നോ കേട്ടാൽ തളരാതിരിക്കാനുള്ള ഒരു മനസ്സ്, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി. അതെ, സ്വന്തം ടീമിനെ പരിശീലിപ്പിക്കാനും പ്രചോദിപ്പിക്കാനുമുള്ള കഴിവ്, ഇതൊക്കെ വളരെ പ്രധാനമാണ്. അവസരം എല്ലാവർക്കും ഒരുപോലെയാണ്, പക്ഷേ ഫലം ഓരോ വ്യക്തിയുടെയും പ്രയത്നത്തെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇതാണ്. വലിയ വെല്ലുവിളികളെ അതിജീവിച്ച് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന സിമ്പിളായ ഒരവസരം ഉപയോഗിച്ച് ഒരു വ്യക്തി നേടിയ അസാധാരണമായ വിജയത്തിന്റെ കഥ. അതെ, കേവലം പണം സമ്പാദിച്ചതിന്റെ കഥ എന്നതിലുപരി ഒരു പ്രതിസന്ധിയെ എങ്ങനെ അവസരമാക്കി മാറ്റാം എന്നതിന്റെ ഒരു വലിയ പാഠം കൂടിയാണിത്. ശാരീരികമായി തളർന്നപ്പോൾ മാനസികമായി തളരാതെ പുതിയൊരു വഴി കണ്ടെത്തി ജീവിതം തിരിച്ചുപിടിച്ച ഒരു സ്ത്രീയുടെ അതിജീവനത്തിന്റെ കഥ. തീർച്ചയായും. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഒരു ചിന്ത ബാക്കിയാകുന്നു. നമ്മുടെയെല്ലാം ജീവിതത്തിൽ നിലവിലെ വരുമാനത്തിനപ്പുറം ഒരു സാമ്പത്തിക സുരക്ഷയെക്കുറിച്ച് നമ്മൾ എത്രത്തോളം ചിന്തിക്കാറുണ്ട്? ശരിയാണ്. വിക്ടോറിയയുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും എപ്പോൾ വേണമെങ്കിലും അപ്രതീക്ഷിതമായ പ്രതിസന്ധികൾ വരാം. അങ്ങനെയൊരു സാഹചര്യം വന്നാൽ നമ്മുടെ പ്രധാന വരുമാനം നിലച്ചാലോ? പിടിച്ചു നിൽക്കാൻ ഒരു പ്ലാൻ ബി നമ്മുടെ കയ്യിലുണ്ടോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ ഒരുപക്ഷേ വിക്ടോറിയയുടെ ജീവിതം നിങ്ങളെ സഹായിച്ചേക്കാം. ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ.